പുറകിൽ ഈ കാണുന്നത് 13-ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള ചിതറാൽ ജൈന ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് പിന്നീട് ഉണ്ടായിട്ടുള്ള ദേവീക്ഷേത്രവും ഒക്കെയാണ്. ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും കേവലം 54 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. സോ എല്ലാവരും പോരൂ. തമിഴ്നാട്ടുകാർക്കും കേരളീയർക്കും ഏറെ പ്രിയപ്പെട്ട കന്യാകുമാരി യാത്രകളിൽ എന്തുകൊണ്ടും ഉൾപ്പെടുത്താവുന്ന ഒരിടം, അതാണ് ചിതറാൽ. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയ പാതയിൽ അധികം ദൂരത്തല്ല ചിതറാൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡത്തു നിന്നും 8 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ജൈനക്ഷേത്രത്തോടൊപ്പം മലമുകളിലെ കാഴ്ചകളും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ജൈനക്ഷേത്രമെന്നാണ് കരുതുന്നത്. പ്രധാന കവാടത്തിൽ നിന്ന് 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഒത്ത മുകളിലെത്തുമ്പോൾ തണൽ വിരിക്കുന്ന ആൽമരം കാണാം. പാറക്കല്ലിനോട് ചേർന്ന് നിൽക്കുന്ന അരയാലിന് തലമുറകളുടെ തണലിൻ്റെ കഥകൾ പറയാനുണ്ടാവും. മുന്നോട്ട് ചെല്ലുമ്പോൾ കല്ലിൽ തീർത്ത കവാടവും കൊത്തുപണികളും കാണാം. പാറക്കെട്ടുകൾക്ക് മേൽ ശില്പങ്ങളുടെ നിറവ് എടുത്തു വെച്ചപ്പോൾ മനോഹരമാണ് മേൽത്തട്ട്. വലിയ പാറയുടെ ഒരു വശത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളായാണ് ശില്പവിസ്മയം സ്ഥിതി ചെയ്യുന്നത്. മധ്യഭാഗത്തായി ചുവർ ശില്പങ്ങളും പൂജയ്ക്കും മറ്റ് പ്രാർത്ഥനകൾക്കുമുള്ള ഇടവുമുണ്ട്. അടിത്തട്ടിലായി പടികളിറങ്ങി ചെന്നാൽ ഒരു കുളവുമുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും 1956-ൽ സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ ചിതറാൽ തമിഴ്നാടിൻ്റെ ഭാഗമായി തീർന്നു. മലൈക്കോവിൽ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ജൈനക്ഷേത്രം വിക്രമാദിത്യ വരഗുണൻ എന്ന രാജാവിൻ്റെ കാലത്ത് പണികഴിക്കപ്പെട്ടതാണ്. ആദ്യകാലത്ത് ക്ഷേത്രം ജൈന സന്യാസിമാരുടെ താവളമായിരുന്നുവെങ്കിലും ഹിന്ദുമതത്തിൻ്റെ കടന്നുകയറ്റത്തോടുകൂടി ഇതൊരു ഹിന്ദു ക്ഷേത്രമായി മാറിയതായിരിക്കാം. ഒരു കാലത്ത് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന സമ്പന്നമായ ജൈന പൈതൃകത്തിൻ്റെ തെളിവാണ്. തമിഴ്നാട്ടിലെ ശാന്തമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ക്ഷേത്ര സമുച്ചയം കൗതുകകരമായ വാസ്തുവിദ്യാ വിസ്മയങ്ങൾക്കൊപ്പം ഈ പ്രദേശത്തെ ജൈനമതത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള കൗതുകകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ ജൈനമതത്തിന് ഇന്ത്യയിൽ ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുണ്ട്. ദക്ഷിണേന്ത്യയിൽ സംഘ കാലഘട്ടത്തിൽ 3-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ജൈനമതം പ്രമുഖ മതങ്ങളിലൊന്നായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് ഞാൻ അകത്ത് കയറിയിരിക്കുകയാണ്. കയറി വന്ന വഴിയാണിത്, ചെറിയൊരു വഴി. പാറയിൽ വെട്ടിയ ഗുഹാക്ഷേത്രങ്ങൾ, ലിഖിതങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവയിലൂടെ ജൈനമതത്തിൻ്റെ സുവർണ്ണ ഭൂതകാലം നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 54 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചിതറാൽ ജൈനക്ഷേത്രം ഈ പ്രദേശത്തെ ജൈനമതത്തിൻ്റെ അഗാധമായ സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടേക്കുള്ള സൗജന്യ പ്രവേശനം രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ്. നിങ്ങൾ ചരിത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെ കൂടിക്കോളൂ. താങ്ക്